നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായൊരു വിഷയമാണ്: സംസ്കാരവും സാമൂഹികീകരണവും. ഈ വാക്കുകൾ നമ്മൾ സാധാരണയായി ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ എന്താണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് പലപ്പോഴും നമുക്കൊരു വ്യക്തതയുണ്ടാകണമെന്നില്ല. നമുക്കറിയാം, ഒരു പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഭൂപടം ആവശ്യമായി വരുന്നതുപോലെ സാമൂഹിക ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സംസ്കാരം അത്യാവശ്യമാണ്. എന്താണ് ഈ സംസ്കാരം? സമൂഹത്തിലെ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ പഠിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പൊതുധാരണകളാണിത്. ഒരു കാര്യം ഓർക്കുക, ഈ പൊതുധാരണകൾ ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും. സംസ്കാരം ഒരിക്കലും പൂർണ്ണമായ ഒരു ഉൽപ്പന്നമല്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും പഴയ കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ സംസ്കാരമെന്നത് ചലനാത്മകമായ ഒരു ഘടകമാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റുള്ളവരുമായി ചേർന്ന് പൊതുധാരണകൾ വികസിപ്പിക്കാനും ചിഹ്നങ്ങൾക്കും ആംഗ്യങ്ങൾക്കും ഒരേ അർത്ഥം നൽകാനുമുള്ള നമ്മുടെ കഴിവാണത്. നമ്മൾ ഉപകരണങ്ങൾ, സാങ്കേതികവിദ്യ, ഭാഷ എന്നിവയെല്ലാം പഠിക്കുന്നത് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായി ഇടപഴകുമ്പോഴാണ്. ഈ അറിവുകൾ നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ നമ്മെ സഹായിക്കുന്നു. അടുത്തതായി, വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. മലകളിലും കാടുകളിലും നഗരങ്ങളിലും ജീവിക്കുന്നവർക്ക് വ്യത്യസ്തമായ ജീവിതരീതികളാണ് ഉണ്ടാകുക. അവർ പ്രകൃതിയോടും സാമൂഹിക സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, 2004 സുനാമി സമയത്ത് ആൻഡമാനിലെ ഗോത്രവർഗക്കാർ അവരുടെ പരമ്പരാഗത അറിവുപയോഗിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആധുനിക സംസ്കാരം ഗോത്ര സംസ്കാരത്തേക്കാൾ മികച്ചതാണെന്ന് പറയാൻ കഴിയില്ല എന്നതാണ്. ഇനി നമുക്ക് സംസ്കാരത്തിന്റെ ചില ശാസ്ത്രീയമായ നിർവചനങ്ങൾ പരിശോധിക്കാം. സാധാരണയായി നമ്മൾ സംസ്കാരം എന്നത് ശാസ്ത്രീയ സംഗീതം, നൃത്തം, ചിത്രകല എന്നിവയിലെ കഴിവുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സമൂഹശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് മാത്രം സ്വന്തമായുള്ള ഒന്നല്ല സംസ്കാരം, മറിച്ച് സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു ജീവിതരീതിയാണിത്. ബ്രിട്ടീഷ് പണ്ഡിതനായ എഡ്വേർഡ് ടെയ്ലറുടെ ഒരു നിർവചനം ഇങ്ങനെയാണ്: സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യനാർജിച്ച അറിവ്, വിശ്വാസങ്ങൾ, കല, സദാചാരങ്ങൾ, നിയമം, ആചാരം, മറ്റു കഴിവുകളും ശീലങ്ങളും എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം. ഇനി നമുക്ക് സംസ്കാരത്തിന്റെ 3 പ്രധാന മാനങ്ങൾ നോക്കാം. 1. ജ്ഞാനാത്മക സംസ്കാരം, കോഗ്നിറ്റീവ് കൾച്ചർ. ഇത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾക്ക് അർത്ഥം നൽകുന്ന പ്രക്രിയയാണ്. ഉദാഹരണത്തിന്, ഒരു കാർട്ടൂൺ കാണുമ്പോൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. സാക്ഷരരായ ആളുകൾ ഈ വിവരങ്ങൾ പുസ്തകങ്ങളിലും രേഖകളിലും സൂക്ഷിക്കുമ്പോൾ, എഴുതാനും വായിക്കാനും അറിയാത്തവർ ഐതിഹ്യങ്ങളും കഥകളും തലമുറകളായി കൈമാറുന്നു. 2. നൈതിക സംസ്കാരം, നോർമറ്റീവ് കൾച്ചർ. ഇത് നമ്മുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചുള്ള നിയമങ്ങളാണ്. ഉദാഹരണത്തിന്, മരിച്ചവരുടെ വീട്ടിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള അറിവ്. ഇതിൽ നാട്ടുനടപ്പുകൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ, നിയമങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. നിയമങ്ങൾ ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. 3. ഭൗതിക സംസ്കാരം, മെറ്റീരിയൽ കൾച്ചർ. ഇത് ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടതാണ്. ഉപകരണങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, ഇന്റർനെറ്റ് ചാറ്റിംഗ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്: ഭൗതിക സംസ്കാരം വളരെ വേഗത്തിൽ മാറുന്നു, എന്നാൽ ഭൗതികേതര സംസ്കാരത്തിലെ മാറ്റങ്ങൾ പതുക്കെയാണ്. ഈ വ്യത്യാസത്തെ നമ്മൾ സാംസ്കാരിക ചലനമാധ്യം എന്ന് വിളിക്കുന്നു. ഒടുവിൽ, സംസ്കാരവും സ്വത്വവും തമ്മിലുള്ള ബന്ധം നോക്കാം. ഒരു വ്യക്തിയുടെ സ്വത്വം രൂപപ്പെടുന്നത് സമൂഹത്തിലെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലൂടെയാണ്. ഒരു സംസ്കാരത്തിനുള്ളിൽ തന്നെ പല ഉപസംസ്കാരങ്ങളും ഉണ്ടാവാം. ഉദാഹരണത്തിന്, യുവതൊഴിലാളി വർഗ സംസ്കാരം. ഓരോ ഉപസംസ്കാരത്തിനും അവരുടേതായ ശൈലി, താൽപ്പര്യങ്ങൾ, സംസാരരീതി, വസ്ത്രധാരണം എന്നിവയുണ്ടാകും. ഇത് അതിലെ അംഗങ്ങൾക്ക് ഒരു സ്വത്വബോധം നൽകുന്നു. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.